കൃഷ്ണനും ആ സിംഹാസനത്തിൽ ഉപവിഷ്ടരായി. അവർ പരസ്പരം മധുരതരമായ വർത്തമാനങ്ങളിൽ ഏർപ്പെട്ടു. അപ്പോൾ ബ്രഹ്മദേവൻ അവിടെ വരുകയും രാധാകൃഷ്ണന്മാരെ വണങ്ങി സ്തുതിച്ച ശേഷം കമനീയ സ്വരത്തിൽ ഇപ്രകാരം പറഞ്ഞു: പ്രഭോ, അങ്ങയുടെ ലീലകൾ അനന്തമാണ്. രാധാദേവി നിത്യധാമത്തിൽ അങ്ങയോടൊപ്പം ലളിത ലീലകൾ നടത്തുന്നു. അവിടുന്ന് വിഷ്ണുവാകുമ്പോൾ രാധ ലക്ഷ്മിയാകുന്നു. അതുപോലെ അങ്ങയുടെ അവതാരമായ ശ്രീരാമന്റെ കൂടെ രാധ ജനകാത്മജയാവുന്നു. അവിടുന്ന് ഏത് അവതാരമെടുത്താലും സ്വന്തം നിഴൽ പോലെ രാധ കൂടെയുണ്ടാവുന്നു. ലോകവ്യവഹാരത്തിനനുസൃതമായി ലോകത്തെ നേർവഴിക്ക് നയിക്കാനായി ഞാൻ വൈവാഹിക വിധി പ്രകാരം നിങ്ങളുടെ വിവാഹം നടത്താം. ഇപ്രകാരം സ്തുതിച്ചിട്ട് ബ്രഹ്മദേവൻ കുണ്ഠത്തിൽ അഗ്നി ജ്വലിപ്പിച്ചു.